നമസ്കാരം. ഇന്നത്തെ വീഡിയോ പറയുന്നത് കൊയാഗുലേഷൻ ആൻഡ് മെഡിക്കേഷനെ കുറിച്ചാണ്. കൊയാഗുലേഷൻ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കെമിക്കലിനെ പിന്നെ മെഡിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ ദി ക്ലോട്ടിംഗ് കാസ്കേഡ് ഹെപ്പാരിൻ ഇൻ്റർഫിയേഴ്സ് വിത്ത്. അപ്പോൾ ഈ ക്ലോട്ടിംഗ് കാസ്കേഡിൽ ഹെപ്പാരിൻ ആരുമായിട്ടാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്? അപ്പോൾ കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് മാറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ക്ലോട്ട് ആൻറ്റികോയാഗുലേഷന് ഹെപ്പാരിൻ ആക്ട് ചെയ്യുന്നത്. അടുത്ത, ഹെപ്പാരിൻ ഈസ് വാട്ട് ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ? അപ്പോൾ ഹെപ്പാരിൻ എന്ന് പറയുന്നത് എന്ത് തരം മെഡിക്കേഷനാണ്? എന്ത് തരം മെഡിസിൻ? ആൻറ്റികോയാഗുലൻ്റ് ആണ്. അപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മെഡിസിനാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അടുത്ത, ആഫ്റ്റർ എ ഇനിഷ്യൽ ബോളസ് ഓഫ് ഹെപ്പാരിൻ ദി പീക്ക് എഫക്റ്റ് ഈസ് റീച്ച്ഡ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇനിഷ്യൽ ബോളസ് കൊടുത്തതിന് ശേഷം, ഡയാലിസിസ് സമയത്ത് ഇനിഷ്യൽ ബോളസ് കൊടുത്തതിന് ശേഷം എപ്പോഴാണ് അത് ഹെപ്പാരിൻ പെട്ടെന്ന് എത്ര സമയത്തിനുള്ളിലാണ് ഹെപ്പാരിൻ ആക്റ്റീവ് ആവുന്നത്? അപ്രോക്സിമേറ്റ്ലി 5 to 10 minutes, 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഹെപ്പാരിൻ അതിൻ്റെ പീക്ക് ലെവൽ എത്തും. അടുത്ത്, the method by which heparin is given at interval throughout the treatment called. Method which is given at interval throughout the treatment. ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹെപ്പാരിൻ കൊടുക്കുന്നതിന് എന്തോന്നൊന്ന് പറയും? ഇൻ്റർമിറ്റൻ്റ് ഹെപ്പാരിനൈസേഷൻ. ഇൻ്റർമിറ്റൻ്റ് ഹെപ്പാരിനൈസേഷൻ എന്നാണ് പറയുന്നത്. അടുത്തത്, ദി പർപ്പസ് ഓഫ് റീജിയണൽ ഹെപ്പാരിനൈസേഷൻ. എന്താണ് റീജിയണൽ ഹെപ്പാരിനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഹെപ്പാരിനൈസേഷൻ പേഷ്യൻ്റെ ബോഡിക്ക് ഉള്ളിൽ പോകാൻ പറ്റാത്തതിനാണ് റീജിയണൽ ഹെപ്പാരിനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? ടു ആൻറ്റികോയാഗുലേറ്റ് ജസ്റ്റ് ബ്ലഡ് ഇൻ ദ എക്സ്ട്രാ കോർപ്പോറിയൽ സർക്യൂട്ട്. അതായത് പുറമേയുള്ള സർക്യൂട്ടിൽ മാത്രം, അതായത് ബ്ലഡ് പേഷ്യൻ്റെ ഉള്ളിൽ പോകാൻ പാടില്ല. എക്സ്ട്രാ കോർപ്പോറിയൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സർക്യൂട്ടുകളിൽ മാത്രം ഹെപ്പാരിൻ ബോഡിക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് അതിനെ ഡയലൂട്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് റീജിയണൽ ഹെപ്പാരിനൈസേഷൻ എന്ന് പറയുന്നത്. റീജിയണൽ ഹെപ്പാരിനൈസേഷൻ ഈസ് പെർഫോംഡ് ബൈ. എങ്ങനെയാണ് റീജിയണൽ ഹെപ്പാരിനൈസേഷൻ പെർഫോം ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെപ്പാരിൻ പ്രീ ഡയാലിസിസ്, പ്രോട്ടമിൻ പോസ്റ്റ് ഡയാലിസിസ്. അപ്പോൾ ഡയാലിസിന് മുമ്പ് എന്ത് ചെയ്യണം? ഹെപ്പാരിൻ കൊടുക്കണം. എന്നിട്ട് അത് ബോഡി പോകുന്നതിന് മുമ്പ് അത് ന്യൂട്രലൈസ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രോട്ടമിൻ സൾഫേറ്റ് കൊടുക്കും. അപ്പോൾ ഹെപ്പാരിൻ്റെ ആൻറ്റിഗോണിസ്റ്റാണ് പ്രോട്ടമിൻ സൾഫേറ്റ്. ഹെപ്പാരിനെതിരെ കൊടുക്കുന്നതാണ് പ്രോട്ടമിൻ. ഇപ്പോൾ ഹൈ ബ്ലീഡിങ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് പ്രോട്ടമിൻ സൾഫേറ്റാണ് അത് കൊടുക്കുന്നത്. അടുത്ത്, ദി എമൗണ്ട് ഓഫ് പ്രോട്ടമിൻ സൾഫേറ്റ് ഷുഡ് ബി ഗിവൺ ന്യൂട്രലൈസ് ഹെപ്പാരിൻ ഈസ്. തോന്നിയ പോലെ കൊടുക്കാൻ പാടില്ല ഹെപ്പാരിൻ. 1 to 1.5 milligram പ്രോട്ടമിൻ പെർ 100 units ഹെപ്പാരിൻ. അപ്പോൾ റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നോക്കി എത്ര കൊടുത്തിരിക്കുന്നു അതനുസരിച്ച് മാത്രമേ നമ്മൾ പ്രോട്ടമിൻ എടുക്കുക. 1 to 1 milligram ഓഫ് പ്രോട്ടമിൻ എത്ര യൂണിറ്റ് ഹെപ്പാരിനാണ്? 100 യൂണിറ്റ് ഹെപ്പാരിന് 1 to 1.5 milligram പ്രോട്ടമിൻ. അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ.